ബാലരാമപുരം കൊലപാതക കേസിൽ പൂജാരിയെ കസ്റ്റഡിയിലെടുത്തു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മ ശ്രീതുവുമായി അടുപ്പമുണ്ടായിരുന്ന പൂജാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരിക്കകം സ്വദേശി പ്രദീപിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കരിക്കകത്ത് മൂകാംബിക മഠം എന്ന പേരിൽ ഇയാൾ ആശ്രമം നടത്തിവരികയായിരുന്നു. പ്രദീപ് കുമാറിന്റെ ഇപ്പോഴത്തെ പേര് ശംഖുമുഖം ദേവിദാസൻ എന്നാണ്. മുൻപ് കാതികൻ SP കുമാറായി മാറിയ ഇയാൾ അതിനുശേഷം ദേവിദാസൻ എന്ന മന്ത്രവാദിയായി മാറുകയായിരുന്നു. ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീതു പോയിരുന്നു. കുടുംബത്തിന് സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിന് കുട്ടി തടസ്സമാകുമെന്ന ഉപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമാണോ ഇതെന്നും പോലീസ് പരിശോധിക്കും. പൂജാരിയെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ കേസിൽ പ്രദീപിനും പങ്കുണ്ടോ എന്ന് വ്യക്തമാകും. അതേസമയം സംഭവത്തിന് പിന്നാലെ കുട്ടിയുടെ മാതാവ് ശ്രീതുവിനെതിരെ ഭർത്താവും ഭർത്താവിന്റെ പിതാവും പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. 2 വയസ്സുകാരിയുടെ മരണത്തിൽ ശ്രീതുവിന്റെ പങ്ക് പരിശോധിക്കണമെന്നാണ് ഇരുവരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്നെ ശ്രീതു അനുസരിക്കാറില്ലെന്ന് ശ്രീജിത്ത് പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു. അതേസമയം കൊലപാതകത്തിൽ അമ്മയെ കുറ്റവിമുക്ത ആക്കിയിട്ടില്ലെന്ന് റൂറൽ SP KS സുദർശൻ അറിയിച്ചു. പ്രതിയായ ഹരികുമാറിനെ നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കും. നഷ്ടമായ ചാറ്റുകൾ തിരിച്ചെടുത്ത് വാട്സപ്പ് സന്ദേശങ്ങളെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് SP പറഞ്ഞു. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ ഇളയ മകൾ 2 വയസ്സുകാരിയായ ദേവേന്ദുവിന്റെ മൃതദേഹം കിണറ്റിൽ നിന്നും കിട്ടിയത്. അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ലെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ. ഫയർഫോഴ്സ് ആണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്.